Hello friends, happy Diwali and welcome back to PravisMagic. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റാണ്, അതായത് നമ്മുടെ ദിവാലി സ്വീറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് തമിഴ്നാട് സ്പെഷ്യലാണ്, എപ്പോഴും ഞാൻ കാണിക്കുന്ന പോലെ. ഇതിൻ്റെ പേരാണ് സുസിയം. വളരെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം തമിഴ്നാടുകാർക്കുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ദിവാലി സ്പെഷ്യൽ. അപ്പം നമ്മളത് ഇതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ നല്ല വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം നമുക്കിത് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. സുസിയം ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ബാറ്ററാണ് നമുക്ക് ശരിയാക്കേണ്ടത്. അപ്പം അതിനായിട്ട് ഞാനിപ്പം 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഒരു 3 മണിക്കൂർ ഇതിനെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിലാണ് നമ്മൾ അതിൽ നിന്നും കുറച്ചുകൂടി തിക്കായിട്ടാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം സോക്ക് ചെയ്ത് 3 അവർ വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഇതിന് മെയിനായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ്. ഈ കടലപ്പരിപ്പും നമുക്കൊരു 1-2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കടലപ്പരിപ്പ് നമുക്ക് കുതിർത്ത് വയ്ക്കാം. നമ്മുടെ അരിയും ഉഴുന്നും എല്ലാം 3 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് അരച്ചെടുത്ത് വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ശകലം ഉപ്പും സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഒരുപാട് ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി നമുക്കിതിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഒരുപാട് പുളിക്കുക അങ്ങനെയൊന്നും വേണ്ട, ഇപ്പം തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള ഫില്ലിങ് റെഡിയാക്കുന്ന ടൈമിൽ ഇത് ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അത്രയും ടൈം മാത്രം നമുക്ക് വെച്ചാൽ മതി. ഇതിന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1.5 മണിക്കൂർ കുതിർത്ത് വെച്ച കടലപ്പരിപ്പാണ്. അപ്പം ഈ കടലപ്പരിപ്പ് ഞാൻ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച് ഇതിന് നല്ലപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ കടലപ്പരിപ്പും റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി ചെടിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 മുറി തേങ്ങ തിരികിയതും, പിന്നെ ഞാനിപ്പം ഒരു കപ്പ് ശർക്കര ഞാൻ ഉരുക്കിയെടുത്തതാണ്. അപ്പം ഇതുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കരയുടെ നമുക്കുള്ള മധുരത്തിനനുസരിച്ച് എടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് ശർക്കര ഒഴിച്ചിട്ടുണ്ട്. ശർക്കര ഒന്ന് ചൂടായി വരുന്ന ആ ടൈമിലാണ് നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ശർക്കരയും കൂടി ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. ശർക്കര നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് ഉരുകിയ ശർക്കരയാണ്, എന്നാലും ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മുടെ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വേവിച്ച കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിനകത്ത് കിടന്ന് പിന്നെ കടലപ്പരിപ്പ് വേവത്തില്ല. കറക്റ്റായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. വെള്ളം ഒന്ന് പറ്റി ശകലം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നല്ലപോലെ തീ ഒന്ന് കുറച്ചതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാനുള്ള. തേങ്ങ നമുക്ക് 1 മുറി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം. തേങ്ങ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ കണ്ട ഒരുവിധം ഇത് ഡ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 സ്പൂൺ ഏലക്ക നല്ലപോലെ ഞാൻ പൊടിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഏലക്ക പൊടിച്ചില്ലെങ്കിൽ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊടിച്ചതുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഏലക്കാപ്പൊടിയൊക്കെ അവരവർക്കുള്ള ഫ്ലേവറിന് എത്രത്തോളം വേണം അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണാണ് ഇവിടത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരണം. അപ്പം നമ്മുടെ ഫില്ലിങ് ഏകദേശം സുസിയത്തിൻ്റെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് വരുന്ന ഈ ടൈം ആകുമ്പോൾ നമ്മൾ ഇത് നല്ലപോലെ വിട്ട് വരും. കണ്ടോ, നമ്മൾ ഒഴിച്ച നെയ്യെല്ലാം തെളിഞ്ഞ് ഇതെല്ലാം വിട്ട് വരും. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ തീ ഓഫ് ആക്കിയിട്ട് ഇതിന് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം.
ഫില്ലിംഗ് എല്ലാം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിനെ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ബോൾ ഉരുട്ടിയെടുക്കുന്ന ഓരോരുത്തർക്കുള്ള അളവിനനുസരിച്ച് ചെറിയ ചെറിയ ബോളായിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ആ ദോശ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് മാവെടുക്കാം. നമ്മുടെ എണ്ണ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇതിൽ മുക്കി ഇതിലിടാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിൽ നമുക്ക് നോക്കാം. ഇതിലിങ്ങനെ നല്ല പോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മളങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഫസ്റ്റ് സെറ്റ് സുസിയം ഇവിടെ ഞാൻ കോരി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കി ചെയ്തെടുക്കാം. ബാവലി സീഡ്സ് സുസിയം റെഡി ആയിട്ടുണ്ട്. നല്ല എണ്ണയുടെ ഒരു ഇതാണ്, കറുപ്പ് ഇങ്ങനെ കാണുന്നുണ്ടോ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്വീറ്റ് കറക്റ്റ് ആ ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ദീപാവലിയൊക്കെ ആഘോഷിക്കണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.